ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എവിടെ നോക്കിയാലും ഇഡ്ഡലി ചെമ്പ് സാൻഡ്വിച്ച് ആണല്ലേ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായി ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ആദ്യം ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 വീതം വെച്ച് ഒന്ന് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ബ്രെഡൊന്ന് തിരിച്ചിട്ട് അതിൻ്റെ മറ്റു പുറവും ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ ബ്രെഡ് നല്ല സോഫ്റ്റ്, നമുക്ക് ഫില്ലിങ് വെക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അങ്ങനെ എല്ലാ ബ്രെഡും ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കാം. അതിനായി കഴുകി വെച്ച എല്ലില്ലാത്ത ഇറച്ചിയിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 5-10 മിനിറ്റെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് നമുക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇങ്ങനെ 3 കുഴികളിലാക്കി വെച്ച് ബാക്കി ഞാൻ ഈ തട്ടിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ ആ ചിക്കൻ വെച്ച തട്ട് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കി തട്ടിലേക്ക് 3 കുഴിയിലേക്ക് ഞാൻ 3 മുട്ട വീതം പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ആദ്യമേ പൊട്ടിയ മുട്ട ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ഒഴിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മുട്ടത്തോടൊക്കെ ചാടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 കുഴിയിലേക്കും മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. പിന്നെ ഒരു കുഴിയിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആ ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മുടയൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഒന്ന് വെന്തോ എന്ന് നോക്കുക. ചിക്കൻ കുറച്ച് വേവ് കുറവായി തോന്നിയപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്കുള്ള വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ക്യാരറ്റും ഒരു വലിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കും ഒരു കക്കരിക്കയുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആവി കയറ്റിയെടുത്ത വെളുത്തുള്ളി, വറ്റൽമുളക്, 3 മുട്ട എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് 2 ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്കുള്ള മയോണൈസാണ് ടോപ്പ് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ നമുക്കിതിലേക്കുള്ള മയോണൈസ്, ഹെൽത്തി മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ നമുക്ക് നല്ല പോലെ ഒന്ന് ചെറുതായി പിച്ചെടുക്കാം. നമ്മൾ കട്ട്ലറ്റുക്കും സമൂസയിലേക്കൊക്കെ പിച്ചെടുക്കുന്നത് പോലെ ചെറുതാക്കി പിച്ചെടുക്കണേ. വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ല പോലെ പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ പിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിതാ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ച മയോണൈസും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മയോണൈസൊക്കെ എത്തുന്ന വിധം നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇത് നമുക്ക് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാം. അതിനായി ഒരു ബ്രെഡ് എടുത്ത് അതിലേക്ക് എല്ലാ ഭാഗത്തേക്കും മസാല വരുന്ന വിധം ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ മറ്റൊരു ബ്രെഡ് കൂടെ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് ഒന്ന് അമർത്തി കൊടുക്കുക. ആവി കയറ്റിയെടുത്ത ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫിൽ ചെയ്യാൻ സുഖമായിരിക്കും കേട്ടോ. ബ്രെഡ് പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല. അങ്ങനെ എല്ലാ ബ്രെഡും ആദ്യം ഫില്ലിങ് വെച്ച് പിന്നെ ഒരു ചീസ് സ്ലൈസ് വെച്ച് പിന്നെ ബ്രെഡ് വെച്ച് അങ്ങനെ ചെയ്തെടുക്കുക. ഞാൻ എല്ലാ ബ്രെഡും അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി വന്ന മസാല ഞാൻ നമ്മുടെ സമൂസ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രെഡ് എടുത്ത് അതിലേക്ക് ആക്കാം. ഞാൻ സമൂസ ഷീറ്റ് ഉണ്ടായപ്പോൾ അതിലേക്ക് ഫിൽ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇങ്ങനെയും കഴിക്കാൻ രസമുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ഒരു സമൂസയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ആ ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് പാൻ ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ബ്രെഡൊന്ന് വെച്ച് കുറച്ച് സമയം ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതൊരു ഭാഗം നല്ല പോലെ ടോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ബ്രെഡും തിരിച്ചു മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ ആ ചീസൊക്കെ ഒന്ന് ചൂടായി മെൽറ്റായി കിട്ടുകയും ബ്രെഡിന് നല്ലൊരു ക്രിസ്പിനെസ് വരികയും ചെയ്യും കേട്ടോ. ഇനി ആ ബ്രെഡൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഇതായപ്പോൾ നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറയുന്ന പോലെ തന്നെ അടിപൊളി സാൻഡ്വിച്ച് ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.